എഴുന്നേക്ക്, 4 മണിയായി. അതെ, എണീക്കുന്നേ. എന്തൊരു ഉറക്ക ഇത്? എണീക്കുന്നേ, എണീക്ക്. രാവിലെ തന്നെ പോണോന്ന് പറഞ്ഞ ആളാ. എണീക്കുന്നേ, എണീക്ക്. പിന്നെ ഇവിടെ തന്നെ കിടന്നാലോന്നാ, നല്ല തണുപ്പ്. ആദ്യമായിട്ട് കാണുന്ന പോലെ ഇങ്ങനെ നോക്കാതെ. മതി മതി മതി. ഇനി ശേഷം ഭാഗം അടുത്ത ദിവസം. അതെ, ഭാര്യ റോസി എന്ന് പറയുന്നു. അപ്പന്റെ കാവൽപ്പട്ടിയായിട്ട് ഞാൻ നിക്കണോന്ന്. വിഷമായോ? ശരി, വിട്ടേക്ക്. സോറി. ഞാനേ ഒരു 2 ദിവസം കുറച്ച് തിരക്കിലായിരിക്കും. സിയുടെ കൂടെ ഒരു മർഡർ കേസ് അന്വേഷണത്തിന് പോവുക. അത് കഴിഞ്ഞ് വിളിക്കാം. ബൈ. എന്തൊരു മഴയാണ്! ഇന്നലെ പിടിച്ച മഴയാണ്. വോൾട്ടേജ് ആണെങ്കിൽ അതുമില്ല. കറണ്ട് എപ്പോഴാണ് വരുന്നത് പോകുന്നത് അത് അറിയാനും സാധിക്കുന്നില്ല. KSEB ഒന്ന് വിളിക്കും സാറേ, ഇത് എത്രാമത്തെ പോക്കാ? അവര് കൂർക്കം വലിച്ച് ഉറങ്ങുന്നുണ്ടാവും. ഒരു മനുഷ്യരല്ലടോ. കണ്ടില്ലേ നമ്മുടെ പാറാവുകാരെ ഇരുന്ന് ഉറങ്ങുന്നത്? ഇവനാരാടാ പോലീസ് സ്റ്റേഷന് മുന്നിൽ വന്ന് ഓണടിക്കാൻ? കാര്യം വല്ലതുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടേ. സാറേ, ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ പോയി നോക്കിയിട്ടേ
രണ്ട് തെറി പറഞ്ഞിട്ട് വരാം. എൻ്റെ നാവ് ചൊറിയുന്നുണ്ട്. വണ്ടി നിർത്തണ നിന്നൊക്കെ സൂക്കട ഞാൻ മാറ്റി തരണം. കളിപ്പിക്കാൻ നിന്റെ വീട്ടിൽ ആരുമില്ലടാ. എരപ്പാളി നേരിട്ട് വാടാ. ഇതൊക്കെ പപ്പടം പോലെ പിടിക്കുന്നത്. ഓടാം. Welcome, SI sir. Your game is over. നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സമയമായി. But our game starts now. ഇനി ഒരു മെഴുകുതിരി വെളിച്ചത്തിൽ ചുമരിൽ തൂങ്ങേണ്ട ഒരു ചിത്രം മാത്രമാണ്. ബൈ സബ് ഇൻസ്പെക്ടർ. ഈ ഇരുട്ടത്ത് നിന്നിൽ നിന്നൊഴുകുന്ന ചോരയുടെ നിറവും കറുപ്പ് തന്നെയാണ് ആ ബാസ്റ്റേഡ്.
പോകാം നമുക്കൊന്നായി ആവേശമായി പടരാം തിളയ്ക്കുന്ന തീജ്വലയായി ആകാശ കൊട്ടാര സ്വപ്നങ്ങൾ നേടാനായി പോകാം നമുക്കെല്ലാം ചുട്ടരിക്കാം ആകാശ കൊട്ടാര സ്വപ്നങ്ങൾ നേടാനായി പോകാം നമുക്കെല്ലാം ചുട്ടരിക്കാം കാലം മറന്നു വെച്ചോരോ ശീലങ്ങൾ മാറ്റി എഴുതാം നീതിക്ക് കാവലായി വരാം സ്വപ്നം കൊഴിഞ്ഞു വീണുവോ നെഞ്ചിൽ നിറയൊഴിച്ചിടാം മാറ്റത്തിൻ പാതയൊരുക്കാം നാടിന്റെ നെഞ്ചിലെ നോവുകളോരൊന്നും കാണാൻ കരുതലായി ഏറ്റുവാങ്ങാം ഇന്നിന്റെ അവസ്ഥിതി തന്നിൽ നിറയുന്ന തിന്മകളെല്ലാം വലിച്ചെറിയാം ശത്രുവിൻ നെഞ്ചു പിളർത്താം ആഴത്തിലാഴ്ന്നിറങ്ങട്ടെ ചോരയ്ക്കു ചോരയാകട്ടെ മോഹത്തിൻ പന്തലൊരുക്കാം കാലത്തിൻ കാഹളമകാം പൊന്നിൻ വെളിച്ചമായിടാം നീതി നിഷേധിച്ച് കൗമാര സ്വപ്നങ്ങൾ കാരാഗ്രഹത്തിൽ പിടഞ്ഞതല്ലേ നന്മകളോരോന്നും തച്ചുടയ്ക്കുന്നോർക്കായി മൂർച്ചയുള്ള ആയുധം തേച്ചു വയ്ക്കാം ഈ ബോഡി ആദ്യം കണ്ടതാരാ? മണീൻ എന്നൊരാളാണ് സാർ. അയാളെ വിളിക്കൂ. വിളിക്കാൻ സാർ. എടോ മണിയാ. താൻ എപ്പോഴാ ഇത് കണ്ടത്? ഏകദേശം 6 മണിയേക്കാണ് സാർ. താൻ എന്തിനാ ഇതിലേ വന്നത്? എൻ്റെ വീട് ഈ വഴിക്കാണ് സാറേ. ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. എന്താ തന്റെ ജോലി? കാർപ്പൻറ്ററാ സാറേ. ഇയാളുടെ നമ്പർ ഒന്ന് വാങ്ങിച്ചു വെച്ചേക്കും. സർ. അഡ്രസ്സും. സർ. ഞങ്ങൾ വിളിക്കുമ്പോൾ വരേണ്ടി വരും. വരാം സാർ. ഇവിടെ അടുത്ത് CCTV ഉള്ളതായിട്ട് അറിയാമോ? ഇവിടെ അടുത്തുള്ള വീടുകളൊക്കെ കൂലിപ്പണിക്കാരുടേതാ. അവിടെ ഒന്നും CCTV ഇല്ല സർ. എന്തായാലും ഈ റോഡിൽ എവിടെയെങ്കിലും CCTV ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യണം സർ. ഓക്കെ. പ്രമാദമായ തലവെട്ട് കേസിൽ ബോഡി കണ്ടെത്തിയിരിക്കുന്നു. SI മാർട്ടിന്റെ തല ഇന്നലെ രാത്രിയാണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തിയിരുന്നത്. ഇന്നിതാ ബോഡി റോഡരികിലെ കുറ്റിക്കാട്ടിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ SP സതീഷ് മിശ്ര നമ്മളോടൊപ്പമുണ്ട്. കൊലപാതകത്തെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ് സാർ? കൊല ചെയ്യപ്പെട്ടത് ഒരു സബ് ഇൻസ്പെക്ടർ ആയതിനാൽ നാട്ടുകാർക്കിടയിൽ ഭീതി കൂടിയിട്ടുണ്ട്. DGP എന്നെ വിളിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം. അന്വേഷണ ചുമതല എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നു തീക്കെട്ടൽ തന്നെ ഉറുമ്പരിക്കുന്ന ഭരണമാണെന്ന്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമല്ലേ. അപ്പൊ ഓക്കെ, ബൈ. ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇപ്പം എത്തും. നിങ്ങളവിടെ വെയിറ്റ് ചെയ്യ്. നമസ്കാരം. നമസ്കാരം. ഇരിക്കിരി.
കാത്തിരുന്ന് മുഷിഞ്ഞോ? ഏയ് സാരമില്ല. നമ്മുടെ പരിപാടി മറ്റന്നാളല്ലേ? അന്ന് നമ്മുടെ ജില്ലാ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട്. 12 മണിക്കല്ലേ പ്രോഗ്രാം? അതെ. ഞാനെത്താൻ 1 മണിക്കൂർ വൈകും. അതുവരെ ആരെങ്കിലും കൊണ്ട് പ്രസംഗിപ്പിച്ചോളാം. ശരി ശരി സാർ. മിനിസ്റ്റർ. ആ നമസ്കാരം മിനിസ്റ്റർ. നമസ്കാരം. എന്നതാടോ അവിടെ സംഭവിച്ചത്? SI മാർട്ടിൻ കൊല്ലപ്പെട്ടു. ഞാൻ അങ്ങോട്ട് പോവുകയാ. ആഭ്യന്തര വകുപ്പിനാകെ നാണക്കേടായാലോടോ. ആരാ ഇതിന്റെ പുറകില്? ഒരു പിടിയില്ല മിനിസ്റ്ററെ. ഇതുവരെ തെളിവൊന്നും കിട്ടിയില്ലെന്നാ SP പറഞ്ഞത്. ആ, അവരെ കൊണ്ട് കാര്യമായൊന്ന് അന്വേഷിപ്പിക്കണം. ആ അതുപോലെ താൻ ഈ കേസിന്റെ പുറകിൽ തന്നെ നിൽക്കുക വേണം. ഉം. അല്ലേ തന്നെ ഗവൺമെന്റിന്റെ ഭാവി ദുലാസില, അറിയാലോ. അറിയാം, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, ശരി. ഉം. മാർട്ടിൻ ആള് ചൂടനാണെങ്കിലും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനായിരുന്നു. MLA പറഞ്ഞു എന്ന് പറഞ്ഞ് ആര് എന്നാലും കാര്യം നടത്തി കൊടുക്കുമായിരുന്നു മാർട്ടിൻ സാറ്. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ആള് പോയില്ലേ? എനിക്ക് ഹോസ്പിറ്റൽ വരെ പോകണം. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കയറ്റിയിരിക്കുക. മന്ത്രിയാകെ ചൂടില്ല. പോലീസുകാരുടെ മൂലം രക്ഷയില്ലെന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന കുറിക്കാൻ കൊണ്ടിരിക്കണേ. എന്നാ നമുക്ക് ഇറങ്ങാം. ശരി ശരി. DGP വിളിച്ചിരുന്നു. പഴുതുകൾ അടച്ചു വേണം അന്വേഷണം നടത്താൻ. സർ, എല്ലാവരെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യണം. ഇന്ന് തന്നെ തുടങ്ങാം സാർ. സാർ, മാർട്ടിൻ സാർ ആലീസിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന കണ്ട ആ മീൻകച്ചവടക്കാരൻ വന്നിട്ടുണ്ട്. യെസ്, വിളിക്കൂ. സാർ. ഇന്ന് തന്നെ ആലീസിന്റെ വീട്ടിൽ പോകണം. സർ. അവരെ ചോദ്യം ചെയ്താൽ എന്തെങ്കിലും? യെസ്, എന്തെങ്കിലും എവിഡൻസ് കിട്ടാതിരിക്കില്ല. മീൻസ് മാർട്ടിന്റെ ശത്രുക്കളെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങളെ കുറിച്ചോ വ്യക്തമായി തന്നെ ചോദ്യം ചെയ്യാം സർ. പോകുന്ന വഴിയിൽ CCTV ക്യാമറയുടെ കാര്യം ഒന്ന് അന്വേഷിക്കണം. സർ. ആ റൂട്ടിൽ എവിടെ ക്യാമറ കണ്ടാലും അത് പരിശോധിക്കണം. സർ. ആ വഴിക്ക് കമ്പനികളോ വലിയ വീടുകളോ ഒന്നുമില്ല സാർ. അതിനാൽ തന്നെ CCTVയുടെ അവൈലബിലിറ്റി കുറവായിരിക്കും. വാടാ. തന്റെ പേരെന്താണോ? സണ്ണി. എന്ത് ചെയ്യുന്നു? മീൻ കച്ചവടമാ സാറേ. എത്ര മണിക്കാ താൻ SI മാർട്ടിനെ കണ്ടത്? അത് വെളുപ്പിന് 4 മണി കഴിഞ്ഞപ്പോഴാ സാറേ. കൃത്യമായി സമയം ഓർത്തെടുക്കാൻ എന്താ കാരണം? വെളുപ്പിന് 3 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും സാർ. അന്ന് നല്ല ഇടിയും മഴയായിരുന്നു, അതുകൊണ്ട് ഇറങ്ങാൻ ഇത്തിരി വൈകി. താൻ കണ്ട ആള് മാറിയിട്ടൊന്നുമില്ലല്ലോ. SI മാർട്ടിൻ സാറിനെ തന്നെയല്ലേ കണ്ടത്? അതെ. ആവശ്യമെങ്കിൽ തന്നെ ഞാൻ വീണ്ടും വിളിപ്പിക്കും. ഓ. ഇയാളുടെ മൊഴിയെടുത്തിട്ട് വിട്ടേക്കും. സാർ. നിങ്ങളിപ്പോ തന്നെ ആലിസിന്റെ വീട്ടിലേക്ക് പോയിക്കോളൂ. ഓക്കെ സർ. നമസ്കാരം സാർ. നമസ്കാരം. നിങ്ങളിവിടെ തനിച്ചാണോ? അല്ല സാർ, സെർവൻ്റ് ഉണ്ട്. അവരെവിടെ? അവരുടെ മോന് സുഖമില്ലാത്തതുകൊണ്ട് വീട്ടിലൊന്ന് പോയിരിക്കുക. എത്ര ദിവസമായി പോയിട്ട്? 2 ദിവസമായി. SI മാർട്ടിനുമായിട്ട് നിങ്ങളുടെ ബന്ധം? ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെട്ടതാ. എന്ത് കേസ്? അതിർത്തി കേസാ. പറമ്പിന്റെ അതിർത്തിയിൽ മതിൽ പണിതപ്പോൾ ഞങ്ങളുടെ സ്ഥലത്തേക്ക് കയറ്റിയാ പണിതത്. SI മാർട്ടിൻ എന്ന് നിങ്ങളെ വഴിവിട്ട് സഹായിച്ചു കാണുമല്ലേ? അത് അങ്ങനെ പറയാൻ പറ്റില്ല സാറേ.
അദ്ദേഹം സത്യത്തിന്റെ കൂടെയായിരുന്നു. അന്നു മുതൽ തുടങ്ങിയതാണോ നിങ്ങളുടെ ഈ ബന്ധം? അത് ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല സുഹൃത്തുക്കളായി. മാർട്ടിന് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് പറയാറുണ്ട്, പക്ഷേ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അന്നേ ദിവസം പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ആരൊക്കെയോ അദ്ദേഹത്തെ സ്ഥലം മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആര്? പേര് പറഞ്ഞില്ല. നിങ്ങൾക്ക് ഈ കൊലപാതകമായിട്ട് ബന്ധമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞാൽ? ഞാൻ നിഷേധിക്കും സാർ. എന്തുകൊണ്ട്? എനിക്ക് കേസിൽ യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. മാർട്ടിൻ അവസാനം വന്നത് ഇവിടെയാണ്. നിങ്ങളുടെ മേൽ ഞങ്ങളുടെ നിരീക്ഷണം ഉണ്ടാവും. എന്തെങ്കിലും മറച്ചു വെച്ചാൽ ഞങ്ങൾ അത് കണ്ടെത്തുക തന്നെ ചെയ്യും. ഞാൻ സത്യം മാത്രമേ പറയൂ. ഞങ്ങൾ ഇനിയും വരും. ആവശ്യമെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. ഓ ശരി സാർ, ശരി. എന്താ സാറേ? നിങ്ങൾക്ക് ഈ അടുത്ത വീട്ടിലെ ആലിസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഭർത്താവ് മരിച്ചപ്പോ പോലും കരയാത്ത സ്ത്രീയാ സാറേ. ഓ, മരിച്ച ആ സാറ് പലപ്പോഴും അവിടെ വന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പല ആൾക്കാരായിട്ട് അവർക്ക് ഇടപാടുണ്ടെന്നാ കേൾക്കണേ. ഓ, വേറെ ആരെങ്കിലും അവിടെ വന്നു പോകാറുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല സാറേ. നാട്ടുകാർ പറയണത് അവർക്ക് പലരുമായിട്ട് ബന്ധമുണ്ടെന്നാ. പിന്നെ സാറേ, അവരുടെ ഭർത്താവ് ഒരു ക്യാൻസർ രോഗിയായിരുന്നേ. അയാളെ നേരാവണ്ണം ചികിത്സിച്ചിട്ടില്ല. പുഴുത്തു ചീഞ്ഞ അയാൾ മരിച്ചത്. അപ്പോ അയാൾക്ക് ബന്ധുക്കളാരുണ്ടായിരുന്നില്ലേ? ഇവളുടെ ഗുണോദ്ധാരം കൊണ്ടേ ആരും ആ പടി കയറൂലാന്നേ. ഇവളെ അയാൾ പ്രേമിച്ച് കെട്ടിയതല്ലേ, അതിന്റെ എതിർപ്പും വീട്ടുകാർക്കുണ്ടായിരുന്നു. സാറിനോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതാ. എന്നെ സാക്ഷിപ്പട്ടികയിലൊന്നും പെടുത്തല്ലേ സാറേ. ഈ പ്രായത്തിൽ ഇനി കോടതി ഒന്നും കയറി ഇറങ്ങാൻ പറ്റൂല സാറേ. ഹേയ്. ശരി, ഓക്കെ. ശരി സാർ. എന്നാ പോട്ടെ. ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്നും നമുക്ക് എന്ത് പ്രോഗ്രസ് ആണ് ഉള്ളത്? മാർട്ടിന്റെ കാർ പരിശോധിച്ചതിൽ നിന്നും നമുക്കൊന്നും കണ്ടെത്താനായില്ല സാർ. പിന്നെ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും ഹോണടിച്ച വണ്ടിയുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നമ്പർ പ്ലേറ്റ് പേപ്പർ വെച്ച് മറച്ചിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷന് മുമ്പിൽ വരുന്നതിന് അരമണിക്കൂർ മുമ്പ് കൊലപാതകം നടന്ന സ്ഥലത്തിനടുത്തുള്ള പെട്രോൾ പമ്പിന്റെ CCTVയിൽ ആ വണ്ടി കാണുന്നുണ്ട് സാർ. മാർട്ടിന്റെ സർവീസ് ഹിസ്റ്ററി വളരെ മോശമാണ് സാർ. പലതവണ പനിഷ്മെന്റ് ട്രാൻസ്ഫർ ലഭിച്ചിട്ടുണ്ട്. കൈക്കൂലി കേസ്, പെണ്ണ് കേസ്, കൂടാതെ പ്രതിയെ മർദ്ദിച്ചു കൊന്ന കേസ്. പരാതിക്കാരെ ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ സസ്പെൻഷനും വാങ്ങിച്ചിട്ടുണ്ട്. ആലിസിന്റെ മൊഴി? അയൽക്കാരുടെ റിപ്പോർട്ട് അനുസരിച്ച് ആ സ്ത്രീ അത്ര നല്ലവളൊന്നുമല്ല സാർ. ഓക്കെ ഓക്കെ. എനിവേ, ഒരു പോലീസുകാരന്റെ മർഡറാണ്. മുകളിൽ നിന്ന് എനിക്കുള്ള പ്രശ്നം അറിയാമല്ലോ. എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടെത്തിയില്ലെങ്കിൽ അത് ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേടാണ്. അറിയാം സാർ. ഫോറൻസിക് റിപ്പോർട്ട് ഇന്ന് വരും സാർ. ശരി. ഹലോ സുമേ. എവിടെ ഇപ്പോ? നേരത്തെ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. ഇന്ന് ഓഫീസിൽ ഇതിൽ തിരക്കുണ്ടായിരുന്നു, അതാ ഞാൻ വിളിച്ചിട്ട് എടുക്കാതിരുന്നത്. ആ, മോൾ ഉറങ്ങിയോ? ആ, മോള് കാത്തിരുന്നുറങ്ങിപ്പോയി. അത് സാരമില്ല. അവൾക്ക് ഞാൻ നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതെ, രാവിലെ അത് കാണുമ്പോൾ അവൾക്ക് നല്ല സന്തോഷമാവും. പിന്നെ നിന്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു അരമണിക്കൂറിനകത്തെത്തും. ഓക്കെ? ഓക്കെ, ശരി.
എന്തേ? അടുത്ത ജംഗ്ഷൻ വരെ ഒരു ലിഫ്റ്റ് തരുമോ? നോ 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 നോ, പ്ലീസ് സർ, അടുത്ത ജംഗ്ഷൻ ഇറങ്ങിക്കോളാം. ഒന്ന് പോയിടും. ഒന്ന് ഹെൽപ്പ് ചെയ്യ് പ്ലീസ് സർ, പ്ലീസ്. എത്രയായി? 100 രൂപ. ദാ. അത് ശരി. ഗിഫ്റ്റുമായിട്ട് 1/2 മണിക്കൂറിനുള്ളിൽ വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വെച്ചിട്ട് ആളങ്ങോട്ട് മുങ്ങി. അതെങ്ങനെയാ? ക്ലബിൽ പോയി 2 എണ്ണം അടിക്കാതെ ഉറക്കം വരില്ലല്ലോ. എന്താണാവോ സർപ്രൈസ് ഗിഫ്റ്റ്? സംസ്ഥാനത്ത് നടുക്കിയ കൊലപാതക പരമ്പര. ഒരാഴ്ച മുൻപ് സബ് ഇൻസ്പെക്ടർ മാർട്ടിൻ കൊല്ലപ്പെട്ട അതേ രീതിയിൽ ഇന്നിതാ ഒരു അഭിഭാഷകൻ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. തലയറുത്തു മാറ്റിയ രീതിയിൽ വീട്ടിലും ബോഡി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിനുള്ളിലുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൊച്ചി നഗരമാകെ ഭീതിജനകമാണ്. ഇതൊരു സീരിയൽ കൊലപാതകമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അടുത്ത ഇര ആരാണെന്ന് കാത്തിരിക്കുകയാണ് ജനങ്ങൾ. നിയമപാലകന്റെയും അഭിഭാഷകന്റെയും കൊലപാതകത്തോടുകൂടി ഏതോ ക്രിമിനൽ കേസിലെ പ്രതികളാണ് ഇതിന്റെ പിന്നിലെന്ന് സംശയിക്കപ്പെടുന്നു. പോലീസിന്റെ അനാസ്ഥയും ഗവൺമെന്റിന്റെ പിടിപ്പുകേടുമാണ് കൊലപാതക പരമ്പരയുടെ കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് ആഭ്യന്തരമന്ത്രിയും വെളിപ്പെടുത്തി. കേസ് അന്വേഷണത്തിന് ചുക്കാൻ പിടിക്കുന്ന SP സതീഷ് മിശ്രയോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. സാർ, ഈ കൊലപാതകത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അന്വേഷണം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്.
കേരള പോലീസിന്റെ അനാസ്ഥയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ. ഞങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വരെ തെറ്റിദ്ധരിപ്പിക്കരുത്. കമാൺ. കൊലപാതക പരമ്പരയെക്കുറിച്ച് സംസാരിക്കാൻ SP തയ്യാറായില്ല. അവർ അവരുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നാണ് SP യുടെ വാദം. ക്യാമറമാൻ ഷാനവാസിനൊപ്പം ഞാൻ മഹേഷ്, D ചാനൽ, കൊച്ചി. ഹലോ സർ. എന്തായി കാര്യങ്ങൾ? ബോഡി കൺസ്ട്രക്ഷൻ നടക്കുന്ന ബിൽഡിംഗിലൊന്നും കണ്ടുകിട്ടിയിട്ടുണ്ട് സാർ. അദ്ദേഹത്തിന്റെ വൈഫിന്റെ മൊഴിയെടുത്തോ? ഇല്ല സർ, ഇപ്പോഴും പൂർണ്ണ ബോധാവസ്ഥയിലായിട്ടില്ല സർ. മകൾ ഉറങ്ങുകയായിരുന്നു, അതുകൊണ്ട് അവരൊന്നും അറിഞ്ഞിട്ടില്ല. പോലീസ് സേനയ്ക്ക് തന്നെ ആകെ നാണക്കേടായിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ പ്രതികളെ കണ്ടെത്തണം സർ. മിനിസ്റ്റർ വലിയ ചൂടില. ആദ്യത്തെ കൊലപാതകം നടന്നിട്ട് ഒരാഴ്ചയായി. ഇതുവരെ നിങ്ങൾക്കൊരു തുമ്പ് പോലും കണ്ടെത്താനായിട്ടില്ല. മുഖ്യമന്ത്രി എന്നെ വിളിച്ചിരുന്നു. പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നാ ഓർഡർ. സർ, വിവരങ്ങൾ കൃത്യമായി എന്നെ അറിയിക്കണം. യു ഗെറ്റ് മീ? ഓക്കെ സർ. ഇതൊരു പ്ലാൻഡ് സീരിയൽ കില്ലിംഗ് ആണ് സർ. മാർട്ടിന്റെ കൊലപാതകത്തിന്റെ സെയിം പാറ്റേൺ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവരുടെ ലിസ്റ്റിൽ ഇനിയും ആളുണ്ടാവില്ലേ സർ? സമീപത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്യണം. നഗരത്തിലെ എല്ലായിടത്തും നൈറ്റ് പെട്രോളിംഗ് ഒന്നുകൂടി ശക്തമാക്കണം. ഇനി സംശയം തോന്നുന്ന വാഹനങ്ങളും ആളുകളെയും കസ്റ്റഡിയിലെടുക്കണം സർ. ബോഡി ഇൻവെസ്റ്റിഗേഷന് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. എന്ത് തെളിവ് കിട്ടിയാലും അപ്പം അറിയിച്ചിരിക്കണം. കൃത്യമായി ചെയ്യുമല്ലോ? ഓക്കെ സർ. അഡ്വക്കേറ്റിന്റെ കൊലപാതകത്തിൽ കൊട്ടേഷൻ സംഘത്തിന്റെ സാന്നിധ്യവും പോലീസ് സംശയിക്കുന്നു. അടുത്ത കാലത്തായി കൊച്ചിയിൽ നടന്ന കൊലപാതക കേസുകൾ പോലീസ് പരിശോധിച്ചു വരുന്നു. SI മാർട്ടിൻ അന്വേഷിച്ചതും പ്രമുഖ ക്രിമിനൽ ലോയറായിരുന്ന അഡ്വക്കേറ്റ് സതീഷ് നായർ വാദിച്ചതുമായ കേസുകളിൽ ശിക്ഷ വാങ്ങിയവരുടെ ലിസ്റ്റും പോലീസ് തിരയുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിനും പോലീസ് സേനയ്ക്കും തലവേദനയായി മാറിയിരിക്കുകയാണ് ഈ കൊലപാതക പരമ്പര. വീണ് കിട്ടിയ അവസരം ഭരണത്തിന്റെ പോരായ്മയായി കൊണ്ടുവരാൻ ആവനാഴിയിലെ സകല ആയുധങ്ങളും എടുത്ത് പ്രയോഗിക്കാൻ തക്കം പാർത്തിരിക്കുകയാണ് അവർ. ക്യാമറാമാൻ ദിൽഷാദിനൊപ്പം ഞാൻ നിഷ രതീഷ്, ന്യൂസ് ചാനൽ, കൊച്ചി. അവസാനം നിങ്ങളെ വിളിച്ചത് എപ്പോഴായിരുന്നു? രാത്രി ഒരു 7:30 മണിയെ കാണും. എപ്പോഴാണ് ഇവിടെ കോളിംഗ് ബെൽ അടിച്ചത്? അത് ഒരു 9 മണിയെ കാണും. ആളെ കാണാതെ ഇപ്പോ മൊബൈൽ വിളിച്ചു നോക്കിയില്ലേ? വിളിച്ചു, സ്വിച്ച് ഓഫ് ആയിരുന്നു. നിങ്ങളെ ഭർത്താവിനെ കാണാതിരുന്നിട്ടും നിങ്ങൾ ആ ഗിഫ്റ്റ് ബോക്സ് എടുത്തത് എന്തിനാണ്? അദ്ദേഹത്തിന് മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ അതിനെതിരായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവച്ചിട്ട് പോവാറുണ്ടായിരുന്നു. ക്ലബ്ബ് തൊട്ടടുത്തായോണ്ട് വണ്ടി ഇവിടെ ഇട്ടിട്ട് നടന്നാ പോവാറ്. സാർ, പിന്നെ അന്നേ ദിവസം ഒരു സ്ത്രീയെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി എന്ന് പറയുന്ന ആ ഡ്രൈവർ വന്നിട്ടുണ്ട്. ആ, എന്നാ വിളിക്കൂ സാർ. അദ്ദേഹത്തിന് മാർട്ടിൻ എന്ന SIയുമായി ബന്ധമുണ്ടായിരുന്നു. ഇടയ്ക്ക് ഫോണിലേക്ക് സംസാരിക്കുന്നത് കേൾക്കാം. കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാ സംസാരിക്കാറുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. തന്റെ പേരെന്താ? സുനിൽ. ഏത് വണ്ടിയാ താൻ ഓടിക്കുന്നത്? ഓട്ടോയാണ് സാർ. ആരായിരുന്നു അന്ന് ഓട്ടോയിൽ വന്നത്? പർദ്ദയിട്ടൊരു സ്ത്രീയായിരുന്നു. ഇനി ആളെ കണ്ടെത്താൻ തിരിച്ചറിയോ? ഇല്ല. അതെന്താ? മുഖം വ്യക്തമായി ഞാൻ കണ്ടില്ല. അവരുടെ പ്രവൃത്തികളിൽ എന്തെങ്കിലും സംശയം തോന്നിയിരുന്നോ? ഇല്ല സാർ. എവിടെ നിന്നാണ് അവർ ഓട്ടോയിൽ കയറിയത്? ബസ് സ്റ്റാൻഡിനടുത്തുനിന്ന്. ഇയാളുടെ മൊഴി രേഖപ്പെടുത്തി വിട്ടേക്കും സാർ. വാ. എന്തെങ്കിലും വിവരം കിട്ടിയ ഉടനെ തന്നെ ഞങ്ങളെ അറിയിക്കണം. അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നു. അമ്മേ, അമ്മേ, ദാ വരുന്നു.
എന്താ നീ നോക്കുന്നേ? എന്റെ ഫോൺ കാണുന്നില്ലമ്മേ. എന്നും ഇങ്ങനെ തന്നെയാ. എവിടെയെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കും, എന്നിട്ട് കാണുന്നില്ല എന്നും പറഞ്ഞ് തപ്പി നടക്കും. ദാ പിടിക്കേ. ഓ താങ്ക് യു അമ്മേ. ആ പിന്നെ ആ വിവേകിന്റെ അമ്മ വിളിച്ചിരുന്നു. കല്യാണം ഇനി നീട്ടിക്കൊണ്ട് പോരെന്നാ അവര് പറയുന്നേ. കുറച്ച് കഴിയട്ടെ അമ്മേ. ഇപ്പൊ ഞാൻ ആ മർഡർ കേസിന്റെ അന്വേഷണത്തിന്റെ പിന്നില. അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം. വയസ്സ് എത്രയായെന്നാ നിന്റെ വിചാരം? ഈ ചിങ്ങത്തിലെ 30 തികയും. ഇപ്പം നോക്കിയില്ലെങ്കിലേ പിന്നെ ചെക്കന്മാരെ കിട്ടാൻ വലിയ പാടാ. വിവേകിനെ എനിക്കിഷ്ടാ. ഞങ്ങള് വീഡിയോ കോളിൽ ഒരുപാട് നേരം സംസാരിച്ചു. ഉടനെ നേരിൽ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആഴ്ച ലണ്ടനിൽ നിന്ന് ലാൻഡ് ചെയ്യുന്നാ പറഞ്ഞിരിക്കുന്നത്. അയ്യോ സമയം പോയത് അറിഞ്ഞില്ല. SP യുമായി മീറ്റിംഗ് ഉള്ളതാ. ഇറങ്ങട്ടെ അമ്മേ. മാർട്ടിന്റെയും അഡ്വക്കറ്റിന്റെയും കാർ പരിശോധിച്ചാലും തെളിവൊന്നും കിട്ടിയിട്ടില്ല സാർ. മാർട്ടിൻ പിടിച്ച പ്രതികൾക്ക് ആർക്കെങ്കിലും അഡ്വക്കേറ്റ് ശിക്ഷ വാങ്ങി കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. യെസ് കറക്റ്റ്. ഇരുവരുടെയും മൊബൈൽ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ ചില സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് സാർ. അഡ്വക്കേറ്റിന് കുഴപ്പമില്ല സാർ. പക്ഷെ മാർട്ടിൻ അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി വളരെ മോശമാണ്. ഇതൊരു സൈക്കോ ക്രൈം മർഡറായി തോന്നുന്നില്ലേ സാർ? ഈ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന എന്തോ ഉണ്ടെന്ന് സംശയം. ചിലപ്പോൾ അഡ്വക്കേറ്റ് സമൂഹത്തിന് മുമ്പിൽ അണിഞ്ഞിരിക്കുന്ന മാന്യതയുടെ മുഖംമൂടി ഒരു കപട മുഖംമൂടിയാണെങ്കിലോ? എന്തായാലും രാത്രികാല പെട്രോളിംഗ് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളെ കണ്ടുവെട്ടിച്ച് ഇനിയൊരു കൊലപാതകം കൂടി നടന്നാൽ നമ്മളെല്ലാവരും ഈ സ്ഥാനങ്ങളിൽ നിന്ന് തന്നെ തെറിക്കും. പുതിയൊരു ടീമിനെ കേസന്വേഷണം ഏൽപ്പിക്കണമെന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ നിമിഷം മുതൽ നമ്മൾ ഓരോരുത്തരും അലർട്ടായിരിക്കണം. സാർ ഹായ്. ഹായ്. തന്നെ യൂണിഫോമിൽ നേരിട്ടൊന്ന് കാണാന്നാ വിചാരിച്ചിരുന്നത്. എന്താ ഈ വേഷത്തില്? നമ്മൾ ആദ്യമായി നേരിട്ട് കാണുന്നതല്ലേ, അതും കോഫി ഷോപ്പിൽ. അപ്പോൾ യൂണിഫോം വേണ്ടെന്ന് വിചാരിച്ചു. ആ അത് ശരിയാ. യൂണിഫോമിൽ വന്ന മറ്റുള്ളവർ കാണുമ്പോൾ എന്നെ ചോദ്യം ചെയ്യാൻ വന്ന SI ആന്ന് വിചാരിക്കും. തനിക്കെന്താ വേണ്ടത്? വിവേക് ഓർഡർ ചെയ്തോളൂ. 2 ഗ്രേപ്പ് ജ്യൂസും 2 ചിക്കൻ സാൻഡ്വിച്ചും. ശരി സാർ. എനിക്കിഷ്ടായിട്ടോ എന്ത്? ഇയാളത്തിന്. അടുത്ത ആഴ്ച തിരിച്ചു പോകാനാണ് ഞാൻ വന്നത്. ഇനി എന്തായാലും തന്നെ കൊണ്ടേ ഞാൻ പോകുന്നുള്ളൂ. എനിക്കിപ്പോ വരാൻ പറ്റില്ല. എന്റെ പ്രൊഫഷൻ അറിയാലോ. ഇപ്പോഴാണെങ്കിൽ വിവാദമായൊരു മർഡർ കേസിന്റെ പുറകിലും കൂടിയാ. ലീവ് എടുക്കാൻ പറ്റില്ല. എനിക്കറിയാടോ. ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും 6 മാസം കഴിഞ്ഞ് ഞാൻ വരും. ആ സമയത്ത് താൻ എന്തായാലും 2 മാസം ലീവ് എടുക്കണം. സാർ ബിൽ.
ഈ പെൻഡ്രൈവ് ഇവിടെ എങ്ങനെ വന്നു? ഇതാരെവിടെ കൊണ്ടുവന്ന് വെച്ചത്? അറിയില്ല മാഡം. നിങ്ങളിവിടെ ഉള്ളപ്പോൾ പറുതയിട്ടൊരു സ്ത്രീ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ വാഷ്റൂമിൽ പോയപ്പം അവർ പോവുകയും ചെയ്തു. അവരുടെ ആയിരിക്കും ഇത്. വിവേക്, ഒരു മിനിറ്റ്. ഞാൻ നോർത്ത് സ്റ്റേഷനിലെ എസ് ഐ ശ്രീജിയാണ്. എനിക്ക് നിങ്ങളുടെ CCTV ഒന്ന് പരിശോധിക്കണം. നോക്കിക്കോ മാഡം. Sir, may I? Yes, coming. Sir, pen drive. വരൂ. സാർ, ഇവന്മാർ നമ്മളെയൊക്കെ പട്ടം കളിപ്പിക്കുകയാണല്ലോ. സത്യത്തിൽ നമ്മൾ അവരുടെ പുറകെയല്ല, അവർ നമ്മളുടെ പുറകെയാണ് സാർ. ആ വീഡിയോയിൽ ഇപ്പൊ നമ്മൾ 3 പേരെയാണ് കണ്ടത്. അപ്പൊ ഈ സംഘത്തിൽ 4 പേരാണ് ഉള്ളത്, വീഡിയോ എടുത്തയാൾ ഉൾപ്പെടെ. അതെ സാർ, അവർ 4 പേരുണ്ട് ഈ സംഘത്തിൽ. ഹലോ മാഡം, ഞാൻ കോഫി ഷോപ്പിൽ നിന്നാ. പറയൂ. ഓട്ടോയിൽ കയറി പോകുമ്പോൾ അവർ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആണോ? അപ്പോൾ അവരുടെ മുഖം CCTV കാണാം മാഡം. ഓക്കെ, ഞാനിപ്പോ വരാം. സർ, ആ പർദ്ദയിട്ട സ്ത്രീയുടെ മുഖം CCTV കാണുന്നുണ്ട്. ഞാനൊന്ന് പോയി നോക്കിയാലോ? യെസ്, യു ക്യാരി ഓൺ. ശിവ, ജോയിൻ വിത്ത് ഹർ. ഇതൊന്ന് കോപ്പി ചെയ്തോളൂ. ആ ചെയ്യണം. ഈ സ്ത്രീയുടെ മുഖം നമ്മൾ തിരിച്ചറിഞ്ഞു എന്നുള്ളത് പബ്ലിക്കിനെ അറിയിക്കണ്ട. നമ്മളെ ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്ക് മാത്രം അയച്ചു കൊടുക്കുക. രഹസ്യമായി വേണം അന്വേഷണം നടത്താൻ. നമ്മൾ തിരിച്ചറിഞ്ഞു എന്നവർ മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ അവർ ഈ സിറ്റി വിട്ട് തന്നെ പോയേക്കാം, അല്ലെങ്കിൽ അവരുടെ രൂപത്തിൽ തന്നെ മാറ്റം വരുത്തിയേക്കാം. ആ കോഫി ഷോപ്പുകാരനെ വിളിച്ചറിയിക്കണം സാർ. അയാൾക്ക് ഇത് ഏത് കേസാന്ന് പോലും മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുമില്ല സർ.
ഹലോ സർ. ഹലോ, കേസിന് ആസ്പദമായ എന്തെങ്കിലും എവിഡൻസ് കിട്ടിയോ? കൊലയാളി സംഘത്തിൽ പെട്ടുവെന്ന് സംശയിക്കുന്ന ഒരാളുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട് സർ. വെരി ഗുഡ്. കോഫി ഷോപ്പിൽ നിന്ന് കിട്ടിയ പെൻഡ്രൈവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ. യാ. ആ സ്ത്രീയുടെ മുഖം കാണുന്ന ദൃശ്യം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. നെക്സ്റ്റ് മൂവ്മെന്റ്. ഇപ്പോൾ ഫോട്ടോ പരസ്യപ്പെടുന്നില്ല. പോലീസിന്റെ രഹസ്യമായ അന്വേഷണം ആദ്യം ആരംഭിക്കുകയാണ്. ഓക്കെ, എത്രയും വേഗം പ്രതികളെ കണ്ടെത്തിയില്ലെങ്കിൽ അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന് മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. അറിയാം സർ. ഓക്കെ, ക്യാരി ഓൺ. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. നമ്മളെ ആളുകൾക്കൊക്കെ ഈ ഫോട്ടോ അയച്ചു കൊടുക്കണം. ഓക്കെ സർ. ഹലോ മാഡം, ഞാൻ ആ പർദ്ദയിട്ട സ്ത്രീയെ കണ്ടു. എവിടെ വെച്ച്? ഞാനിവിടെ ഈ മൂലൻസിൽ. ആ സ്ത്രീയും ഇവിടെ ഉണ്ട്. അവളെ വാച്ച് ചെയ്യ്, പുറത്തേക്ക് വിടരുത്. ഞാൻ ഉടനെ വരാം. ഓക്കെ മാഡം. നിൽക്കണേ അവിടെ.
അനങ്ങിപ്പോകരുത്. എന്നെ പിടിച്ചതുകൊണ്ടായില്ല സാർ. കളി അറിയാതെ പിള്ളേർ പുറത്തു വിട്ടു. ഇനി അവർ നോക്കും. കളി ജയിക്കാൻ അവർ മതി. ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പരത്തിയ കേസിലെ മുഖ്യകണ്ണി എന്ന് വിശേഷിപ്പിക്കാവുന്ന പർദ്ദയിട്ട സ്ത്രീ, അതെ, ട്രാൻസ്ജെൻഡർ രേവതി അറസ്റ്റിൽ. SP സതീഷ് മിശ്രയുടെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി. കൊലയാളി സംഘത്തിനായി പോലീസ് വലവീശി കഴിഞ്ഞു. സംസ്ഥാനത്തെ ആകെ ഞെട്ടിച്ച കൊലപാതക പരമ്പരയിലെ മുഖ്യകണ്ണി എന്നറിയപ്പെടുന്ന ട്രാൻസ്ജെൻഡറിനെ പോലീസ് വലയിൽ വീഴ്ത്തിയിരിക്കുന്നു. SP സതീഷ് മിശ്ര ഉൾപ്പെടുന്ന അന്വേഷണ സംഘം വളരെ സാഹസികമായാണ് ഇവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊലപാതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നു. കൊലയാളികൾക്ക് ഏതെങ്കിലും ഭീകര സംഘടനയുമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞു. കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിന് മറുപടിയായി ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയിച്ചു. ഡി ചാനലിൽ നിന്നും ക്യാമറാമാൻ ഷെട്ടിമാണിയോടൊപ്പം ഗ്രേഷ്യ അരുൺ. പറയടേ, എന്തിനു വേണ്ടിയാ നിങ്ങൾ ഈ കൊലപാതകങ്ങൾ ചെയ്തത്? നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇവളുടെ വായിൽ നിന്ന് ഇതുവരെ ഒന്നും മൊഴിഞ്ഞില്ലേ? പോലീസ് മുറ എന്താന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കണം. ഒന്ന് പോ സാറേ. ഞാൻ ആരോട് സംസാരിക്കുന്ന മനസ്സിലായോടെ? നിന്റെ നാവും ഞങ്ങൾ പിഴുതെടുക്കും. മര്യാദയ്ക്ക് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയടേ. ഇവളുടെ പേര് രമേശൻ എന്നായിരുന്നു. ഒരു സർജറിയിലൂടെ പെണ്ണായി മാറിയതാ. ഇപ്പോഴത്തെ പേര് രേവതി. ഇവളെ ഇനി ഉറങ്ങാൻ അനുവദിക്കരുത്. പച്ച വെള്ളം പോലും കൊടുത്തു പോലും. അർദ്ധബോധാവസ്ഥയിലാവുമ്പോ സത്യം താനേ പറഞ്ഞോളൂ. കമോൺ. എന്തായാലും ഒരു പ്രതിയെ പിടിച്ചല്ലോ. ഇനി ഓരോരുത്തരായിട്ട് അവർ നോക്കിക്കോളും. അതെ അതെ. പിന്നെ ഇന്ന് ഒരുപാട് തിരക്കുള്ളതാ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഹലോ, എന്തായടോ? പ്രതിയെ ചോദ്യം ചെയ്യുന്നുണ്ട് മിനിസ്റ്റർ. മറ്റുള്ളവരെ പറ്റി വല്ല വിവരം കിട്ടിയോ? ആ ട്രാൻസ്ജെൻഡർ ഒന്നും തുറന്നു പറയുന്നില്ല. നമ്മുടെ പോലീസല്ലേ, പറയിപ്പിച്ചോളും. ഒരാളെ പിടിച്ചോണ്ട് ചെറിയൊരു ആശ്വാസമായി. എന്നാലും മുഴുവൻ പേരെയും പിടിച്ചാലേ പ്രതിപക്ഷം അടങ്ങിയിരിക്കുള്ളൂ. അത് ശരിയാ. മരിച്ചവർ ചില്ലറക്കാരൊന്നുമല്ല, SIയും വക്കീലും ഒക്കെ അല്ലേ. ദാ സോഷ്യൽ മീഡിയ തകർത്ത് ആഘോഷിക്കുക. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, ശരി. രേവതി, 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 നിങ്ങൾ ചെയ്തതൊക്കെ മനസാക്ഷിക്ക് നിരക്കുന്നതാണെന്ന് തോന്നുന്നുണ്ടോ? എന്ത് മനസാക്ഷി? ആർക്കാണതുള്ളത്? അവരൊക്കെ മരിക്കേണ്ടത് തന്നെയാ. മരിക്കാൻ ഭയമില്ല മേഡം. ദയ അർഹിക്കുന്നില്ലെന്നും അറിയാം. ഈ രാജ്യത്ത് ശരിയായ നിയമം നടപ്പാവുന്നതുവരെ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഒരു പെൺകുട്ടിയെ തനിച്ച് കിട്ടിയാൽ ഗോപാലച്ചാമിയാവുന്ന പലരും നമുക്കിടയിലുണ്ട്. അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ശിക്ഷ എന്താണ്? 4 നേരവും നല്ല ഭക്ഷണം കൊടുത്ത് കുടിച്ച് താമസിപ്പിച്ച് സുഖവാസത്തിന് അയക്കുന്നതല്ലേ നിങ്ങളുടെ ശിക്ഷ? അത് മാറണം. എന്തിനാണ് നിങ്ങൾ അത് ചെയ്യുന്നത്? ഒരു സഹോദരിയെ പോലെ കണ്ട് സത്യം നിങ്ങൾ എന്നോട് പറയൂ. അത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു ആശ്വാസം ലഭിക്കും. ഞാൻ പറയാം. കൊറേ
പേര്? രേവതി. എവിടെയാ വീട്? തൃശ്ശൂരാ. കുട്ടിയുടെ വീട് കൊച്ചിയിൽ തന്നെയാ. ഉം. പിന്നെ ചില ആളുകൾ ഇങ്ങനെയാ, മറ്റുള്ളവരുടെ കുറവുകൊണ്ട് അതിൽ സന്തോഷിക്കുന്നവരാ. താൻ വിഷമിക്കണ്ട. ഉം. സത്യം പറയാലോ, ഇതുവരെ ആരും എന്നോട് ഇങ്ങനെ സ്നേഹമായി പെരുമാറിയിട്ടില്ല. എല്ലാവർക്കും എന്നോട് പുച്ഛമാണ്. ചിലർക്ക് എന്നോട് വേറെ ഒരു ഇഷ്ടമാണ്. എന്നെ ഒരു സഹജീവിയായി കണ്ട് സ്നേഹിച്ച് കൂടെ കൂട്ടിയത് ശ്രീദേവി മാത്രമാണ്. മനുഷ്യത്വം അല്ലയുടെ എല്ലാത്തിനും വലുത്. നിനക്ക് എന്താ ഒരു കുറവ്? നീ ജോലി ചെയ്യുന്നില്ലേ? പൈസ സമ്പാദിക്കുന്നില്ലേ? ആരുടെ ആശ്രയമില്ലാതെ ജീവിക്കുന്നില്ലേ? എന്നാലും സമൂഹത്തിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടവരാണ്. അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നവരെ എല്ലാവരും. നീ ഒരു മാലാഖയാണ്. കുറച്ച് നാളത്തെ അടുപ്പമുള്ളെങ്കിലും ഇപ്പൊ എനിക്ക് തന്നെ പിരിയാൻ പറ്റുന്നില്ലടോ. ചതിക്കല്ലേ പൊന്നെ. എനിക്ക് കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളായിട്ട് ജീവിക്കാൻ ആഗ്രഹം. ഓ, അതല്ലടോ പറഞ്ഞു. എന്നും ഒരു സുഹൃത്തായി, ഒരു കൂട്ടുകാരിയായി താൻ ഉണ്ടാവണമെന്നാണോ ഞാൻ പറഞ്ഞത്. അതൊക്കെ വേറെ വല്ല ഉദ്ദേശമാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ സ്റ്റാൻഡ് വിടോട്ടോ. ഹലോ അച്ഛ. ആ മോളെ, അമ്മയ്ക്ക് പെട്ടെന്നൊരു വയറുവേദന വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുക. ഡോക്ടർ പറയുന്നത് ഉടനെ ഒരു സർജറി വേണമെന്നാ. മോൾ എത്രയും പെട്ടെന്ന് എസ് എൻ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോവാ. ശരി അച്ഛ. ശരി മോളെ. ഉടനെ നമുക്ക് എസ് എൻ ഹോസ്പിറ്റലിൽ പോണം. അമ്മയ്ക്ക് പെട്ടെന്നൊരു സർജറി. താൻ വാ, നമുക്ക് പെട്ടെന്ന് പോവാം. ഇതാണ് കുട്ടി. അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തത് ഇയാളാ. താങ്ക്സ്. അയ്യോ അതൊന്നും വേണ്ട. എട് എന്ത്? ക്യാഷ് എടുക്കും മോളെ. ക്യാഷോ? യെസ്, ക്യാഷ്, മണി, ഇന്ത്യൻ റുപ്പി, പണം. മനസ്സിലായില്ല? എത്രയാ വേണ്ടത്? 1000 രൂപ, 1000 റുപ്പീസ്. ഒന്ന് നിൽക്കൂട്ടോ, ATM പോയിട്ട് വരാം. ഓക്കേ. നാണമില്ലല്ലോടോ ഒരു സഹായം ചെയ്തിട്ട് പൈസ ചോദിക്കാൻ. ഡോ ഒന്ന് നിന്നേ. അതെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ, തന്നെ ഒന്ന് കളിയാക്കാൻ വേണ്ടി. എന്നെ നേരത്തെ അറിയോ? നേരത്തെ ഒന്നും അറിയില്ല, പക്ഷെ 2 മാസമായിട്ട് എനിക്കറിയാം. എങ്ങനെ? കുട്ടിയുടെ ഓഫീസിനടുത്തുള്ള പിൻഡ കമ്പനിയുടെ ഓഫീസിലെ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നു. വളരെ യാദൃശികമായിട്ടാണ് ഞാൻ തന്നെ കണ്ടത്. കണ്ട അന്ന് തന്നെ എന്തോ ഒരു പ്രത്യേകത തന്നിൽ ഞാൻ കണ്ടു. എന്ത്? അങ്ങനെ ചോദിച്ചാ ഞാനിപ്പോ എന്താ പറയാ, എന്തോ ഒരു ഇഷ്ടം. വാനരപ്പടയെത്തി. ഇതെന്റെ ഫ്രണ്ട്സാ. ഇത് ആന്റണി, ഇത് ഷാനവാസ്, അത് വിജയ്, ഇത് ശ്രീദേവി. അതെ, ഇവർക്കൊരു വെള്ളടി പാർട്ടി ഉണ്ട്. അതിനെത്രയും ധൃതി പിടിച്ചു വന്നേ. എടാ നിങ്ങൾ ഞാൻ വരാം പോരാ നടന്നു. അതെ അതെ, തന്റെ നമ്പർ ഒന്ന് പറഞ്ഞേ. അത് പിന്നെ പറയാതെ 7404234321. അവനെ കണ്ടാലറിയാം ആളൊരു ദുഷ്ടനാണെന്ന്.
നീ എന്താ ചിരിക്കുന്നേ? ഒരു സഹായം ചെയ്തിട്ട് കാശ് വെക്കുന്ന മര്യാദയാണോ? ഓ എന്റെ പൊട്ടിക്കാളി, അവൻ നമ്മളെ കളിയാക്കിയതാ. കാശൊന്നും മേടിച്ചില്ല. ഡോക്ടർ വിളിക്കുന്നു. ഞാൻ പോയിട്ട് വരാം. കുടലിൽ പരുക്കലുണ്ടായി, അത് പൊട്ടിയതാണ്. എന്തായാലും ആ സമയത്ത് കൊണ്ടുവന്നത് നന്നായി. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ സംഗതി സീരിയസ് ആയേനെ. ഇനി പേടിക്കാനൊന്നുമില്ല. 1 മാസത്തെ റെസ്റ്റ് വേണം. മരുന്നും കൃത്യമായി കഴിക്കണം. 2 ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാം. ഒരാഴ്ച കഴിയുമ്പോൾ ചെക്കപ്പിന് വരണം. കട്ടിയുള്ള ആഹാരമൊന്നും ഇപ്പോൾ കൊടുക്കരുത്. ജ്യൂസോ പഴവർഗ്ഗങ്ങളോ മറ്റോ ഇപ്പോൾ കൊടുത്താൽ മതി. ശരി ഡോക്ടർ. ഏറിയാൽ പൊടിയിരിക്കഞ്ഞി, അത് മാത്രമേ 2 ആഴ്ചത്തേക്ക് കൊടുക്കാവൂ. ഈ മരുന്നുകൾ 1 മാസം കഴിക്കണം. മാംസാഹാരം 3 മാസം കഴിഞ്ഞ് കൊടുത്താൽ മതി. ശരി ഡോക്ടർ. ശരി. കാത്തിരുന്ന് മടുത്തോ? ഇല്ലടോ. ഇതാണ് എന്റെ അനിയത്തി ചിന്നുമോള്. ചിന്നുമോള് ചേച്ചി അറിയോ? പിന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, രേവതി ചേച്ചി. അമ്പടി മിടുക്കി. ഞാൻ ഊഞ്ഞാലാടിക്കോട്ടെ? സൂക്ഷിച്ചു പോ, മഴ പെയ്തെടുക്ക തെന്നു. ഹായ് രാഹുൽ, ഇതാണ് എന്റെ ഫ്രണ്ട് രേവതി. താൻ വിഷമിക്കണ്ടോ? തന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അന്ന് അങ്ങനെയൊക്കെ തന്നെ പറയും. എന്തായാലും നല്ല ആത്മാർത്ഥമുള്ള ഫ്രണ്ടാ. കൂട്ടുകാരിക്ക് വേണ്ടിയിട്ടാണല്ലോ വഴക്ക് പറഞ്ഞത്. നമുക്കൊരു കോഫി കുടിച്ചാലോ? വാന്നേ. അയ്യോ ചിന്നുമോളെ. ചേച്ചി മോളെ വാ. മതി മതി. അപ്പൊ എല്ലാവർക്കും ഇവൻ 2 ദിവസമായിട്ട് എന്താ ആലോചിക്കുന്നത്? ഇവൻ സ്മോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കൊരു കമ്പനി തന്നെ മതിയായിരുന്നു. എന്താടാ, ആരെങ്കിലും കയറി കൊളുത്തിയോ? ഉഴപ്പായെന്നാ തോന്നുന്നേ. ആരാടാ പറയ്. എവിടെയുള്ളതാടാ? പറയടാ, പറയ നീ. ആദ്യ കാഴ്ചയിൽ തന്നെ എൻ്റെ മനസ്സിൽ കയറിപ്പറ്റിയതാവൾ. ആര്? ഒരു ചിത്രശലഭത്തെ പോലെ പറന്നു വന്ന് എൻ്റെ മനസ്സിൽ കയറിയിരുന്ന മധു നുകരയാണ് അവൾ. നിന്റെ ഒടുക്കത്തെ ഒരു സാഹിത്യം. നീ ആളാരാണെന്ന് പറ. എൻ്റെ മനസ്സിന്റെ ചെപ്പിനുള്ളിൽ സുഖമുള്ളൊരു നോവായി മാറിയിരിക്കാൻ അവൾ. മണ്ണാൻ കേട്ടാ നിന്റെ ഒരു തൊലിഞ്ഞ കവിത നിർത്തിയിട്ട് കാര്യം പറടാ. അതെ, നാളെ പറയാം. ഇവന്റെ ഒരു കാര്യം.
എന്നെക്കുറിച്ച് എനിക്കറിയാം. പക്ഷേ എന്നെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല. കൈക്കുഞ്ഞാർന്നപ്പോൾ തന്നെ ജന്മം തന്നവർ സെൻറ് ജോസഫ് ഓർഫനേജിന് മുമ്പിൽ ഉപേക്ഷിച്ചതാണ് എന്നെ. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. സഹോദര സ്നേഹം എനിക്ക് കിട്ടിയിട്ടുമില്ല. ഓർഫനേജിൻ്റെ 4 ചുവരുകൾക്കിടയിൽ ഒറ്റപ്പെട്ടവനായിരുന്നു ആദ്യമൊക്കെ ഞാൻ. പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് ആൻ്റണിയും വിജയും ഷാനവാസും ഓരോരുത്തരായി കടന്നു വന്നു. ഒരേ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോകുന്നതും വൈകുന്നേരങ്ങളിലെ കളിയുമൊക്കെ. ആ ബന്ധം ഇന്ന് ഞങ്ങൾ തുടരുകയാണ്. ഒരമ്മ പെറ്റ മക്കളെ പോലെ സഹോദരങ്ങളായി, അതിലുപരി സുഹൃത്തുക്കളായി ഞങ്ങൾ എന്നും കഴിയുന്നു. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും തനിച്ചൊരു ജീവിതം വേണം. ഭാര്യയും കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബജീവിതം. ഒരനാഥനായതുകൊണ്ട് പെണ്ണ് തരാൻ മടിക്കുന്നവരാണ് നമ്മുടെ സമൂഹം. നിന്നോട് തന്നെ തുറന്നു ചോദിക്കാൻ ഒരു മടിയാണ്. പക്ഷേ ചോദിക്കാതിരിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അത്രയ്ക്ക് നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. യെസ് ആയാലും നോ ആയാലും ഞാനത് അംഗീകരിക്കും. Very good morning. എന്താടാ എന്താ പറ്റിയ? നീ എന്തിനാ വിളിച്ചു പോന്നേ? നിങ്ങളൊന്ന് ചോദിച്ചില്ലേ അവന്റെ പേര്? ശ്രീദേവി. സിനിമ നടി ശ്രീദേവിയ. അവര് മരിച്ചു പോയതല്ലേ? ഇവ സ്വപ്നമെല്ലാം കണ്ടായിരിക്കണം. എടാ കഴിഞ്ഞ ദിവസം ആശുപത്രിക്ക് നമ്മള് കണ്ടില്ലേ? അവളാണ് എന്റെ കാതലി. കിനാവിന്റെ ജാലകപ്പഴുതിലൂടിന്നലെ നനവാർന്ന മിഴീണ കണ്ടു സഖി. കിനാവിന്റെ ജാലകപ്പഴുതിലൂടിന്നലെ നനവാർന്ന മിഴീണ
കണ്ടു സഖി. പറയുവാനേറെയുണ്ടെങ്കിലും വാക്കുകൾ വിറയാർന്ന ചുണ്ടിൽ വിതുമ്പി നിന്നു. പറയുവാനേറെയുണ്ടെങ്കിലും വാക്കുകൾ വിറയാർന്ന ചുണ്ടിൽ വിതുമ്പി നിന്നു. വിരഹാർദ്രരാഗം പൊഴിച്ചൊരാ പൂങ്കുയിൽ ഹൃദയത്തിലൂടെ പറന്നു പോയി. വിരഹാർദ്രരാഗം പൊഴിച്ചൊരാ പൂങ്കുയിൽ ഹൃദയത്തിലൂടെ പറന്നു പോയി. താരങ്ങൾ മിന്നുമി നീലവിഹായസിൽ പാതിമുഖം മറച്ചോമലാളും. താരങ്ങൾ മിന്നുമി നീലവിഹായസിൽ പാതിമുഖം മറച്ചോമലാളും. കിനാവിന്റെ ജാലകപ്പഴുതിലൊടിന്നലെ നനവാർന്ന മിഴീണ കണ്ടു സഖി. പറയുവാനേറെയുണ്ടെങ്കിലും വാക്കുകൾ വിറയാർന്ന ചുണ്ടിൽ വിതുമ്പി നിന്നു. പറയുവാനേറെയുണ്ടെങ്കിലും വാക്കുകൾ വിറയാർന്ന ചുണ്ടിൽ വിതുമ്പി നിന്നു. ഹായ് രാഹുൽ. എത്ര നേരായെന്നറിയോ ഞാൻ കാത്തിരിക്കുന്നേ. ഇരുന്നിരുന്ന് മടുത്തു. സോറി മുത്തേ. വാ കേറി വാ. വാ രാഹുൽ ഇരിക്ക്. എന്താ ഇത്? ഒരു കുഞ്ഞു ഗിഫ്റ്റ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. ഇരിക്ക്. പായസം കുടിക്കും. പായസം നിന്നെ പോലെ തന്നെ. എന്താ? നല്ല മധുരമുണ്ട്. അമ്മ എന്തി? കുഞ്ഞമ്മ സുഖമില്ലാതെ കിടക്കുക. അവിടെ വരെ പോയേക്കോ. കുറച്ചു കഴിഞ്ഞ് വരും. അനിയത്തി അമ്മയുടെ കൂടെ പോയേക്കോ. അച്ഛനോ? അച്ഛൻ മുറി കിടന്ന് ഉറങ്ങുന്നുണ്ട്. രാവിലെ എന്നെ വലിച്ചു കയറ്റി. എന്ത്? ഞാൻ പറഞ്ഞിട്ടില്ലേ, എപ്പോഴും കുടിയാ. ഇന്ന് അതിന് ചില കാരണങ്ങൾ കിട്ടി. ഒന്ന് ഞായറാഴ്ച, മറ്റൊന്ന് എൻ്റെ ബർത്ത്ഡേ. അടിച്ച് ഫിറ്റായിട്ട് കിടന്ന് ഉറങ്ങും ആള്. അപ്പൊ സൗകര്യായി. എന്ത്? മതി മതി. പിന്നെ നമ്മുടെ ടീമൊക്കെ കൂടി ഉച്ചയ്ക്ക് ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും അവരുടെ കൂടെ എനിക്ക് പോകണം. സോറിടാ, ആരെയും വിളിക്കാനുള്ളൊരു മൂഡിലല്ലായിരുന്നു ഞാൻ. അതാ അവരെ വിളിക്കാഞ്ഞ്. പിന്നെ ഊണ് കഴിക്കാതെ ഞാൻ വിടില്ല. അപ്പോഴേക്കും അമ്മയും വരും. ഇല്ല മുത്തേ, നിന്നെ കാണാൻ പോയിരുന്നു എന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ബർത്ത്ഡേ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഫുഡ് ഒരുമിച്ച് കഴിച്ചില്ലെങ്കിൽ അവർക്കതൊരു വിഷമാവില്ലേ? എന്നാലും ആദ്യമായിട്ട് വന്നിട്ട് ഊണ് കഴിക്കാതെ എങ്ങനെയാ? പായസം കുടിച്ചില്ലേ, പിന്നെ ഉമ്മയും വെച്ചില്ലേ, അപ്പോഴേ എൻ്റെ വയർ നിറഞ്ഞു. വിട് വിട്, പോ പോ. എന്നാ ശരി, ടാറ്റാ. വൈകിട്ട് വിളിക്കണേ. ഓക്കേ.
ശരി. ദാ. മോളെ ശ്രീദേവി, മോളെ 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 കേരളക്കരയാകെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജിടെക്കിൽ IT ഉദ്യോഗാർത്ഥിയായിരുന്ന ശ്രീദേവി എന്ന പെൺകുട്ടി അതിനിഷ്ഠുരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. സംഭവ സ്ഥലം പരിശോധിച്ച് പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് MLA ചോദിക്കാം, കൊലപാതകത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാര്യങ്ങൾ അറിഞ്ഞിട്ട് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. MLA കാര്യങ്ങൾ വിശദമായി അറിഞ്ഞിട്ട് പറയാമെന്നാണ് പറയുന്നത്. ഡി ചാനലിനു വേണ്ടി ക്യാമറമാൻ ഷെട്ടിമാണിയോടൊപ്പം ഞാൻ ഗ്രേഷ്യ അരുൺ. സർ ഇങ്ങോട്ട്. എന്റെ പൊന്നു സാറേ, ഞങ്ങൾക്ക് ആയുള്ള ആശ്രയത്തറായി കിടക്കുന്നത്. ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കും സാറേ? അമ്മരെ വെറുതെ വിടരുത് സാറേ. ആരായാലും അവരെ തൂക്കിത്തല്ലോ സാറേ. ഞങ്ങളുടെ കുടുംബത്തോർത്തെ വെറുതെ വിടില്ല സാറേ. സാറേ മോളെ 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 ശരിക്കും എന്താണ് സംഭവിച്ചത്? എനിക്കാരെയും കാണണ്ട. ഒരു സഹായവും ചോദിച്ചാൽ ചെയ്യാത്തവരല്ല അവരും. ആരെയും എനിക്ക് കാണണ്ട. എല്ലാരും പൊയ്ക്കോ. പോവാൻ സാറേ, എന്റെ മോളെ കൊന്നവനെ പിടിക്കണം സാറേ. ആരെയും വെറുതെ വിടരുത്. അവരെല്ലാവരെയും കൊല്ലണം സാറേ. കൊല്ലണം സാറേ. എല്ലാത്തിനെയും കൊല്ലണം സാറേ. മോളെ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത പോരാഞ്ഞിട്ട് ഒന്ന് കടന്നോടാ നീ. ഇവനെ ലോക്കപ്പിലൊക്കെ ഇട്. സർ ആ സാക്ഷി വന്നിട്ടുണ്ട്. കൊണ്ടുവരൂ. എന്താ തന്റെ പേര്? രതീഷ്. താൻ എന്തിനാ ഇന്നലെ അവിടെ പോയത്? ശ്രീദേവിയുടെ വീടിന്റെ തൊട്ടടുത്ത വീട് എൻ്റെ സാറേ. ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പ കണ്ടതാ. എന്താ താൻ കണ്ടത്? ഇന്നലെ അറസ്റ്റ് ചെയ്ത പയ്യൻ സംഭവം നടത്തുന്നതിന് തൊട്ടു മുമ്പ് അവിടെ വരുന്നതും
അരമണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് കണ്ടു സാർ. അതിനുശേഷം അവിടെ ആരും വന്നിട്ടില്ല സാർ. അത് തനിക്കെങ്ങനെ അറിയാം? ആ പയ്യൻ പോയി 15 മിനിറ്റിനകം ആ കുട്ടിയുടെ അമ്മയും അനിയത്തിയും അവിടെ വന്നു. ആ സമയം വരെ വീടിന് പുറത്ത് ഞാൻ ഉണ്ടായിരുന്നു. അവർ വീടിനുള്ളിൽ കയറി കരയുന്നത് കേട്ടാണ് ഞാൻ ഓടിച്ചെന്നത്. ചെന്നപ്പോ എന്താ താൻ കണ്ടത്? ചോരയിൽ കുളിച്ചു കിടക്കുന്ന ശ്രീദേവിയാണ് സാറേ കണ്ടത്. അപ്പൊ താൻ എന്ത് ചെയ്തു? അടുത്തുള്ള വീട്ടിലെ 1-2 പേർ കൂടി ഓടി വന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി സാർ. ഇയാളുടെ സാക്ഷിമൊഴി രേഖപ്പെടുത്തിയത് സാർ. സത്യം പറഞ്ഞില്ലെങ്കിൽ ഓരോ ഭാര്യയിലും ഊരിയെടുക്കും ഞാൻ. പറയടാ സത്യം. ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ. Bloody rascal. പറയടാ, കള്ള rascal. പറയടാ. സാർ, ഈ പയ്യന്റെ കൂട്ടുകാർ വന്നിട്ടുണ്ട്. അമ്മാരോട് എന്റെ റൂമിലേക്ക് വരാൻ പറ. ശരി സാർ. പറയടാ. 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 നിനക്ക് ജീവൻ വേണമെങ്കിൽ സത്യം പറഞ്ഞോ. സാർ, വരൂ വരൂ. എൻ്റെ പൊന്നു മക്കളെ, സത്യം സത്യമായി പറഞ്ഞാൽ ഈ കേസിൽ നിന്ന് ഞാൻ പുഷ്പം പോലെ നിങ്ങളെ ഊരിത്തരാം. ഏത് കൊലകൊമ്പൻ ജഡ്ജി വിചാരിച്ചാലും ശിക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ മത്സരം എഴുതിക്കോളാം. ഞങ്ങൾക്കൊന്നും അറിയില്ല സാർ. രാഹുൽ നിരപരാധിയാണ് സാർ. അവനൊരു ഉറുമ്പിനെ പോലും കൊല്ലൂല സാർ. മര്യാദക്ക് ചോദിച്ചാൽ നീ ഒന്നും പറയില്ല അല്ലടാ. എടോ, ഇവന്മാരെ നമ്മുടെ VIP റൂമിലേക്ക് കൊണ്ടുപോകും. സാർ, ചെല്ലടാ. അതെ സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട. സാർ ആ അഡ്വക്കേറ്റിനെ ഡോക്ടറെ വിളിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോ. ആ റിപ്പോർട്ട് ഇങ്ങ് വാങ്ങി തന്നാൽ മതി. ഇവന്മാരുടെ തലയിൽ തന്നെ കേസ് ചെയ്യാൻ കെട്ടില്ല. സാറ് മൂന്നാറിലെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ പോയി 2 എണ്ണം വീശി ഒരു സെറ്റപ്പ് റെഡിയാക്കി കിടന്നോ. ബാക്കി കാര്യം ഞാൻ ഏറ്റുന്നേ. ഓക്കെ, ആ ധൈര്യമായിട്ടിരിക്കേ. ബൈ. ഓക്കെ. സത്യം പറയില്ല അല്ലടാ. മര്യാദക്ക് സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാൻ കുറ്റം സമ്മതിപ്പിക്കും. ഞങ്ങൾക്ക് അറിയില്ല സാറേ. നിങ്ങൾക്കൊന്നും അറിയില്ല. കഴിവണോ മോനെ? പറയണം. എന്താടോ? മക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് തുറന്നു പറയേ, അല്ലെങ്കിൽ ആ ചെക്കൻ അയാൾ തല്ലിക്കൊല്ലൂ. എടാ, നിങ്ങളോട് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. നിങ്ങൾ കുറ്റമേറ്റില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരനെ കൊന്ന് കൊക്കയിലെറിയ ഞാൻ. സാർ പ്ലീസ്, അവനൊന്നും ചെയ്യരുത് സാർ. അവനെ കൊല്ലരുത് സാർ. ഞങ്ങൾ കുറ്റം പറ്റോളാം സാർ. ഇവരുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് മൊഴി രേഖപ്പെടുത്തുക. ശരി സാർ.
വാടാ. ഹാ വരണം പാവങ്ങളുടെ വക്കീൽ സാറേ, വരണം, ഇരിക്കണം. എന്താ വിശേഷിച്ച്? ശ്രീദേവി കൊലക്കേസുമായി ബന്ധപ്പെട്ട് 4 പേരെ നിങ്ങൾ കസ്റ്റഡിയിലെടുത്തല്ലോ. അവരുടെ വിവരങ്ങൾ അറിയാൻ ഞാൻ വന്നതാണ്. ഇത് അവരുടെ കൂടെ ജോലി ചെയ്യുന്ന രേവതി. സർ, വക്കീലിന് വേറെ പണിയൊന്നുമില്ലേ? ആയ കാലത്ത് 4 കാശുണ്ടാക്കുന്നതിന് പകരം ജനസേവനം നടത്താൻ ഇറങ്ങിയിരിക്കുന്നു. വക്കീലേ, ആ പിള്ളേർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്, അവരുടെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വക്കീലിന് പോകാം. എന്താ താൻ പറഞ്ഞത്? പാവങ്ങളുടെ വക്കീലെന്നോ? അതേടോ, പാവങ്ങളുടെ വക്കീൽ തന്നെയാ. പണം തന്നാൽ ഏത് ചെറ്റയ്ക്കും വീടുപണി ചെയ്യുന്ന തന്നേക്കാൾ ഏത് അളവുകോൽ കൊണ്ട് തൂക്കിയാലും ഒരു പടി മുന്നിൽ ഈ പാവങ്ങളുടെ വക്കീൽ തന്നെയാടോ. പിന്നെ കാശുണ്ടാക്കാൻ കൂട്ടിക്കൊടുത്താലും കാശുണ്ടാവൂടോ. താൻ ചെയ്യുന്ന ഈ പണിയേക്കാൾ നല്ലത് ആ പണിക്ക് പോവുക. മിണ്ടിപ്പോരുത്. പിന്നെ താൻ പറഞ്ഞ ജനസേവനം, ശരിയായ ജനസേവനം തറവാട്ടിൽ പിറന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാണോ? വഴി പിടിച്ചവന്മാർക്ക് പറഞ്ഞിട്ടില്ലത്. അപ്പം വരട്ടെ SI സാറേ. എന്നാലും ഇത്രക്ക് കൂളായി ഈ കേസ് മാർട്ടിൻ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സാമൂഹ്യ പ്രവർത്തകൻ, കാരുണ്യ പ്രവർത്തകൻ, നിരവധി സ്ഥാപനങ്ങളുടെ ഉടമ. നാട്ടുകാർക്കിടയിൽ പുന്നക്കാടനുള്ള ഇമേജ് തകരാൻ പാടില്ലല്ലോ. കാര്യം ഗവൺമെന്റ് ശമ്പളം ഉണ്ടെങ്കിലും ഞങ്ങളുടെ ശരിയായ അന്നദാതാക്കൾ നിങ്ങളെപ്പോലുള്ളവരാണല്ലോ. അതെ അതെ, താങ്കളെ പോലുള്ളവരില്ലെങ്കിലേ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവും. കുറ്റവാളികളും കുറ്റകൃത്യങ്ങളും നാട്ടിൽ പെരുകിയാലേ ഞങ്ങള് വക്കീലന്മാർക്ക് പണിയുണ്ടാകും. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ഞാൻ പെട്ട പാടേ. ആ ചെക്കൻ അവളെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും അവളുടെ ഗുഹ്യഭാഗങ്ങളിൽ ആയുധം വെച്ച് കുത്തിയെന്നും ഞാൻ എഴുതിയതാ കേസിന് ബലമായത്. അതിന് ലക്ഷങ്ങളല്ലേ പുന്നക്കാടൻ തന്റെ അണ്ണാക്കിലേക്ക് തള്ളിയത്. ക്യാഷ് എനിക്കൊരു പ്രശ്നമേ അല്ല, പക്ഷെ എന്റെ ഇമേജ് അതെനിക്ക് വലുതാ. കോടികൾ എത്ര പൊട്ടിയാലും അത് ഞാൻ സംരക്ഷിക്കും. നിങ്ങൾ ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമാ. കോടീശ്വരനായ പുന്നക്കടൻ ഈശ്വരൻ തന്നെയാ. എന്റെ ഡോക്ടറെ കുറേശ്ശെ കുടിക്ക്, അല്ലെങ്കിൽ ലിവർ സിറോസിസ് വന്ന് ചത്തുപോകും. എന്ത് എല്ലാവർക്കും 1000 താങ്ക്സ്. ചെയ്യാത്ത കുറ്റം ചുമത്തി അവരെ ജയിലിലേക്ക് അയച്ചു. ആ മാർട്ടിനെ ഞങ്ങൾ കൊല്ലണ്ടേ? ഇല്ലാത്ത രേഖകളുണ്ടാക്കി കോടതിയിൽ സമർപ്പിച്ച് കുറ്റവാളികളെ രക്ഷിക്കുന്ന ആ ലോയറെ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? പറയണം മേഡം. ഇനിയും ഉണ്ട് ഇതിലെ കണ്ണികൾ. അവരെല്ലാവരും ഞങ്ങൾ തീർക്കും. നിന്റെ കൂട്ടാളികൾ ഇപ്പൊ എവിടെയുണ്ട്? എനിക്കറിയില്ല സാർ. അറിയാമെങ്കിലും ഞാൻ പറയില്ലായിരുന്നു. പക്ഷേ സത്യമായിട്ടും എനിക്കറിയില്ല. സാർ, ശ്രീദേവി കൊലക്കേസിൽ സാക്ഷിയുടെ മൊഴിയിൽ അന്നേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം അയാൾ മൊഴി പറയുമ്പോൾ ആരോ പറഞ്ഞു പറയിപ്പിക്കുന്ന പോലെ തോന്നി. അതെ സാർ, കേസ് ഒന്നുകൂടെ റീഓപ്പൺ ചെയ്താൽ. ഹലോ ക്രിസ്റ്റി. സാർ, ഡോക്ടർ കുമാർ സാനു തലവെട്ടി മാറ്റിയ രീതിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. What?
സത്യം പറഞ്ഞ ഇനി നിന്റെ തലച്ചോറ് കലങ്ങി പായസം പോലെയോ പറയണം. അന്നാ പയ്യൻ ശ്രീദേവിയെ കാണാൻ വന്നിട്ട് പോയതിനു ശേഷം ഇതാ പാറായി സ്റ്റാലിനൻ. അവൻ പുറകിലേക്ക് പോയി സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നും ശ്രീദേവിയുടെ കരച്ചിൽ കേട്ടു. അതിനുശേഷം സ്റ്റാലിൻ തിരിച്ചു വന്നു. ഒളിച്ചു നിന്ന ഞാൻ അപ്പോൾ അയാളുടെ കണ്ണിൽ പെട്ടു. എടാ, നിനക്കെന്നെ അറിയാലോ? അറിയാം, സ്റ്റാലിൻ. വെറും സ്റ്റാലിനല്ല, പാറായി സ്റ്റാലിൻ. ഞാനിവിടെ വന്നതെങ്ങാനും ആരോടെങ്കിലും പറഞ്ഞ നിന്റെ കുടുംബത്തോടെ ചുട്ടുകളയും ഞാൻ. കേട്ടോടാ? പേടിച്ചിട്ടാ സാറേ ഇത്രയും നാൾ ഞാനത് പറയാതിരുന്നത്. അപ്പൊ സ്റ്റാലിൻ, എങ്ങനെയൊക്കെയാ നമ്മളെ കാര്യങ്ങൾ? കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം, തെളിവുകളും കിട്ടിയിട്ടുണ്ട്. എങ്കിലും നിന്റെ നാവിൽ നിന്ന് തന്നെ അത് കേൾക്കണമല്ലോ, അതാണല്ലോ അതിന്റെ ഒരു ശരി. എനിക്കൊന്നും അറിയില്ല സാറേ, ഞാൻ നിരപരാധിയാ. ശിവ, അയാളെ കൊണ്ടുവരും. സോറി. കണ്ടല്ലോ, ഇനി പറ, ഇനി കാര്യങ്ങൾ മണിമണിയായിട്ട് ഇങ്ങോട്ട് പോരട്ടെ. പറയാം സാർ. വർഗീസ് പുന്നക്കാടിൻ്റെ കൊട്ടേഷനുമായിട്ടാണ് ഞാൻ ശ്രീദേവിയെ കൊല്ലാൻ പോയത്. എന്തിനാണ് പുന്നക്കാടൻ ശ്രീദേവിയെ കൊല്ലുന്നത്? എനിക്കറിയില്ല സാർ, ഞാനത് ചോദിച്ചില്ല. അപ്പം നിന്നാ പോരെ, കുഴിയണോ? പുന്നക്കാടനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു ബന്ധമില്ല സാറേ. ശ്രീദേവിയും പുന്നക്കാടനും തമ്മിൽ അത് പിന്നെ സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ പറയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. ഞാൻ പറയാം സാർ. പുന്നക്കാടൻ്റെ കമ്പനിയിലെ സ്റ്റാഫായിരുന്നു കല്യാണത്തിന് മുമ്പ് എൻ്റെ ഭാര്യ. പുന്നക്കാടനുമായിട്ടുള്ള അവിഹിത ബന്ധത്തിൽ അവൾ ഗർഭിണിയായപ്പോൾ ജോലിയൊന്നുമില്ലാതെ നടന്നിരുന്ന എന്നെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ചു. ശ്രീദേവിക്ക് പുന്നക്കാടനാണ് അവളുടെ അച്ഛനെന്നുള്ള കാര്യം അറിയാമായിരുന്നു. മദ്യപിച്ച് ലക്കില്ലാതെ ആവുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ വഴക്ക് പറയും. അപ്പോൾ ഞാനത് വിളിച്ചു പറയും.
ചെറുപ്പം മുതലേ ശ്രീദേവി കേട്ടു വളർന്നത് അതാ. മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് നിങ്ങളുടെ ഒടുക്കത്തെ കുടി ഒന്ന് നിർത്തിക്കൂടെ മനുഷ്യ? ഞാനൊരു കുടിയനായിരുന്നു എന്നുള്ള സത്യ, പക്ഷേ എന്നെ മുഴുക്കുടിയനാക്കി നീയാ. പുണ്യക്കാരനും നീ കൂടി എന്നെ ചതിച്ചതല്ലടി. പണിയെടുക്കാതെ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ ഏറ്റെടുത്തതല്ലേ? എന്നിട്ട് മാസം മാസം പോയി എണ്ണി മേടിക്കുന്നുണ്ടല്ലോ. വല്ലവൻ്റെ കൊച്ചിനെ നോക്കുന്നതിനെ എനിക്കുള്ള കൂലിയാ. നിന്റെ ജാനസന്ധിയുടെ അച്ഛനായിട്ട് വേഷം കെട്ടി നടക്കുന്നതിനെ എനിക്കുള്ള പ്രതിഫല. അല്ല പിന്നെ അവളെന്നെ പഠിപ്പിക്കാൻ അന്നേ ആത്മഹത്യ ചെയ്താൽ മതിയായിരുന്നു. ഇയാളുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദം അതായിരുന്നു. എനിക്ക് എന്റെ അച്ഛന്റെ മകളായിട്ട് അറിയപ്പെടണം. ചെറുപ്പം മുതലേ ഞാൻ കേൾക്കുന്നതാ അച്ഛൻ എന്ന് വിളിക്കുന്ന ആളിൽ നിന്ന്. നാളെ എന്റെ ഭർത്താവ് ഇത് അറിയും. അതിനു മുന്നേ ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. ഒരതുമില്ല. ഒരു ജാരസന്തതിയെ ജീവിക്കുന്നതിന്റെ വിഷമം അമ്മയ്ക്കറിയാലോ. ഓർമ്മ വെച്ച നാളെ മുതൽ ഇന്ന് വരെ ഒന്ന് മനസ്സ് തുറന്ന് ഞാൻ ചിരിച്ചിട്ടില്ല. ചിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അമ്മ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ നേരിട്ട് പോവും. അയാൾ എന്നെ അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയും എന്റെ അച്ഛൻ പുന്നക്കാടിലാണെന്ന്. ഞാൻ പോവാ, പോയി പറയാം. പിറ്റേ ദിവസം തന്നെ അവളുടെ അമ്മ പുന്നക്കാടിനെ പോയി കണ്ടിരുന്നു. അവർ തമ്മിൽ എന്താ സംസാരിച്ചതെന്നൊന്നും എനിക്കറിയില്ല സാറേ. ഓക്കെ ശ്രീദേവിയെ കൊന്നതാണ്. എനിക്കറിയില്ല സാറേ. ആ ചെരവത്തടി എവിടെയാണ്? കൊന്നത് നിങ്ങളാണെന്ന് ഞങ്ങൾക്കറിയാം. ഇനി അതെന്തിനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. എനിക്കൊന്നും അറിയില്ല സാറേ. സത്യം പറയുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഞങ്ങളെ കൊണ്ട് 3-ാം മുറ പ്രയോഗിപ്പിക്കരുത് കേട്ടോടാ. പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പറയിപ്പിക്കും. മര്യാദക്ക് പറയുന്നതാണ് നിനക്ക് നല്ലത്. പറയാം, ഞാനെല്ലാം പറയാം.
ഹലോ ഹലോ പുന്നക്കാടനല്ലേ? അതെ, ഞാൻ SP സതീഷ് മിശ്ര. താങ്കൾ എവിടെയാണ്? ഞാൻ എസ്റ്റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. താങ്കൾ സൂക്ഷിക്കണം. ഒരു വധഭീഷണി താങ്കൾക്കുള്ളതുപോലെ ഞങ്ങൾ സംശയിക്കുന്നു. ആരുടെ? അതൊക്കെ പറയാം. നിങ്ങൾ ഇപ്പൊ എവിടെയാണുള്ളത്? ഞാനിപ്പോ കീരിത്തോടെത്തി സാർ. നിങ്ങൾ എത്രയും വേഗം അവിടെ തിരിച്ചു പോകണം. ഓക്കെ സാർ. ശരി ശരി. അതെ, വണ്ടി തിരികെ, നമുക്ക് തിരിച്ചു പോവാം. ഹലോ സാർ. അതെ, 2 ബൈക്ക് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. സൂക്ഷിക്കണം. ഞങ്ങൾ ഇപ്പൊ തന്നെ പുറപ്പെടും. ഫോൺ ഓഫ് ചെയ്യരുത്. ഇല്ല. നിങ്ങളെ അവർ എവിടെയെങ്കിലും ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഈ നമ്പറിലേക്ക് താങ്കളുടെ ലൊക്കേഷൻ സെൻഡ് ചെയ്യാം. പുന്നക്കാടനെ ഇപ്പൊ മലയാറ്റൂർ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ പാണക്കുഴി കഴിഞ്ഞു സാർ. ഓവർ. ഹലോ ഞങ്ങൾ കോപടി സാർ. നിങ്ങൾ മലയാറ്റൂർ റോഡിലേക്ക് തിരിച്ചോളൂ. ഓക്കെ. പുന്നക്കാടൻ ആ വഴിക്ക് തിരിച്ചു. യെസ് സാർ, ശരി. ഓവർ. കോടനാടെത്തി സാർ.
സന്ധ്യക്ക് നിന്നിൽ നിന്ന് ഒഴുകുന്ന ചോരയുടെ നിറം കറുപ്പ് തന്നെയാണ് ഫാസ്റ്റ്. ഞങ്ങൾ സറണ്ടർ ആവുന്നു സാർ. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചവരാണ് ഞങ്ങൾ. ഇനി കുറ്റം ചെയ്തിട്ട് ഞങ്ങൾ ശിക്ഷ അനുഭവിച്ചോളാം. സാർ